11 മണിയാവുന്നു, 11 മണി ആയിരിക്കുന്നു. എസ് രാഗിനുണ്ട്. രാഗിൻ ദാ കോടതി ഇരിക്കുകയാണ്. നീതി പുലരുമോ എന്ന വലിയ ചോദ്യത്തെ ആ പെൺകുട്ടി മാത്രമല്ല കേരളമാകെ ഉറ്റുനോക്കുകയാണ്. 11 മണിയായിരിക്കുന്നു. എന്താണ് കോടതിയിൽ നടക്കുന്നത്? രാജ്യമാകെ ഉറ്റുനോക്കുന്ന വിധി പ്രസ്താവത്തിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. 11 മണിക്ക് തന്നെ കോടതി ചേരും. കോടതിക്കകത്ത് നമ്മുടെ റിപ്പോർട്ടർമാരായിട്ടുള്ള ബിനിലും റിയയും ഉണ്ട്. കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ആ ഘട്ടത്തിൽ തന്നെ വരും. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള വിധിക്ക് കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിക്കുകയാണ്. കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. തുടർന്നോളൂ രാഗിൻ, തുടർന്നോളൂ. കേസ് വിളിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഐറ്റമായിട്ട് ഈ കേസ് വിളിച്ചിരിക്കുകയാണ്. തത്സമയം പ്രേക്ഷകരെ ഓരോ നിമിഷവും മാതൃഭൂമി ന്യൂസ് എന്താണ് കോടതിയിൽ സംഭവിക്കുന്നത് എന്നറിയിക്കും. കേസ് വിളിച്ചിരിക്കുന്നു. കോടതി തുടങ്ങിയിരിക്കുന്നു. കൃത്യം 11 മണിക്ക് തന്നെ കോടതി നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. കേസ് വിളിച്ചു. ആ കേസ് വിളിച്ചതോടുകൂടി തന്നെ പ്രതികളെല്ലാവരും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കോടതി ആദ്യം പ്രതികളെല്ലാവരും എത്തിയോ എന്ന് പരിശോധിക്കും. അതിനുശേഷം ഈ പ്രതികളിൽ ആരൊക്കെ കുറ്റക്കാർ, ആരൊക്കെ പുറത്തേക്ക് പോകുന്നു എന്ന കാര്യം കോടതി പറയും. 10 പ്രതികളുണ്ട്. 10 പേരെയും വേണമെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാം. 10 പേർക്കും ശിക്ഷ നൽകാം. എന്തായാലും കുറ്റക്കാരാണെന്ന് കണ്ടെത്താം. എന്തായാലും കോടതിയുടെ ആ സുപ്രധാന വിധി പ്രസ്താവത്തിന് കാതോർക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഒരു അഡ്വാൻസ് പെറ്റീഷൻ കൂടി കോടതിക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉത്തരവ് പറയുന്നതിന് മുൻപ് ആ അഡ്വാൻസ് പെറ്റീഷൻ കൂടി തീർപ്പാക്കണം. പൾസർ സുനിയുടെ അമ്മയുടെ അപേക്ഷയാണ്. അതായത് ഈ ഫ്രീസ് ചെയ്ത അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യണം, അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് നടപടി പിൻവലിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് പരിഗണിച്ച ശേഷമായിരിക്കോ ഇതിലേക്ക് കടക്കുക എന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ നമുക്ക് സസൂക്ഷ്മം വീക്ഷിക്കാം. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ആ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 7 വർഷത്തിനപ്പുറം നീണ്ട വിചാരണ നടപടിക്രമങ്ങളിലൊടുവിൽ ഇന്ന് വിധി വരാൻ പോവുകയാണ്. 8ാം പ്രതിയാണ് ദിലീപ്. ആ ദിലീപിന്റെ ശിക്ഷ എന്തായിരിക്കും എന്നത് ഈ കേസിന്റെ ഗതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബലാത്സംഗ കൊട്ടേഷൻ കേസാണ്. കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒട്ടനവധി തെളിവുകൾ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ വഴി കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും തീരുമാനം വരിക